നമസ്കാരം. നിയമസഭയിൽ മദ്യനയ വിവാദങ്ങൾ കൊടുങ്കാറ്റായപ്പോൾ ഭരണപക്ഷത്തെ നിലംപരിശാക്കി അടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മാസ് ഇടപെടൽ. സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾ എന്ത് ചെയ്തു? അക്കമിട്ട് നിരത്തി സെൽഫ് ഗോളാക്കി മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ നടന്ന ചർച്ചകളിൽ മുൻ എക്സൈസ് മന്ത്രി എം.വി. ഗോവിന്ദൻ മദ്യ കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ സഭയിൽ പുറത്തു കൊണ്ടുവന്നതോടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒന്നടങ്കം അങ്ങ് പ്രതിരോധത്തിലായി. മദ്യനയം തീരുമാനിക്കുന്നത് UDF ആണ് എന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് രാഷ്ട്രീയ തീരുമാനമാണെന്നും വിൽക്കില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ സർക്കാരിന്റെ നികുതി ഘടനയ്ക്ക് പ്രസക്തിയില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ വേഗത്തിലാക്കാൻ ഫയൽ നീക്കം വേഗത്തിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും ഇതിൽ ഒരു ഗൂഢാലോചനയില്ല എന്ന് സതീശൻ സ്ഥാപിച്ചു. അന്നത്തെ ഭരണപക്ഷത്തെ പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് സതീശൻ പുറത്തുവിട്ടത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിക്കുകയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം.വി. ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ബക്കാഡി കമ്പനിയുമായി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി സഭയിൽ വെളിപ്പെടുത്തി. ബക്കാഡി കമ്പനിയുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ അന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫയലുകൾ AKG സെന്ററിലേക്ക് പോകുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ സർക്കാരിനുള്ളതെന്ന് വീമ്പിളക്കിയ പ്രതിപക്ഷ നേതാവിന് സ്വന്തം മുൻ മന്ത്രിയുടെ കാലത്തുണ്ടായ ഇടപെടലുകൾ എണ്ണി പറഞ്ഞതോടെ മറുപടി അങ്ങ് ഇല്ലാതായി. ബാറുകളുടെ എണ്ണം 28-ൽ നിന്നും 900 ആക്കിയ ചരിത്രം LDF-നാണെന്നും മദ്യമൊഴുക്കിയവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ചോദ്യം ചോദിക്കുന്നത് പരിഹാസമാണ് എന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. UDF-ലെ ചില വിമത നീക്കങ്ങളെയും സതീശൻ സമർത്ഥമായി പൊളിച്ചടുക്കി. നികുതി ഘടന മാറ്റുക എന്നത് ബഡ്ജറ്റ് നടപടിയുടെ ഭാഗമാണെന്നും ഇത് മദ്യനയമല്ല എന്ന് വ്യക്തമാക്കിയതോടെ പാർട്ടിക്കുള്ളിലെ വാദങ്ങൾക്കും തിരശ്ശീല വീണു. 2018-19 കാലയളവിൽ വിദേശ മദ്യത്തിന് നികുതി 210% നിന്നും 79% കുറച്ചത് ആരുടെ കാലത്താണെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ മദ്യവിവാദത്തിന്റെ പേരിൽ സർക്കാരിനെ കുടുക്കാനായി ഇറങ്ങിത്തിരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങൾ സതീശന്റെ കൃത്യമായ മറുപടിയിൽ ഇടതിന്റെ സെൽഫ് ഗോളായി മാറി. UDF-ന്റെ രാഷ്ട്രീയ തീരുമാനത്തിന് സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധമില്ല എന്ന് കൂടി ഉറപ്പിച്ച് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും അസ്ഥാനത്തായി. നിയമസഭയിലെ ഈ പ്രകടനം മുഖ്യമന്ത്രി സതീശന്റെ കഴിവിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നുകൂടിയായി മാറി. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം UDF-ന് വിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസിലെ വിമത നീക്കങ്ങളെയും പൊളിച്ചടുക്കി. മദ്യനയം തീരുമാനിക്കുന്നത് UDF ആണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെന്ന് UDF തീരുമാനിച്ചാൽ ഇപ്പോൾ നിശ്ചയിച്ച നികുതിയായിരിക്കും. വിൽക്കണ്ട എന്നാണ് രാഷ്ട്രീയ തീരുമാനമെങ്കിൽ വിൽക്കില്ല. അത് രാഷ്ട്രീയ തീരുമാനമാണ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഫയലുകൾ KPCC-യിലേക്ക് പോകില്ല. പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നത് പോലെ ഇപ്പോ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല എന്ന് ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. 28 ബാറുകളിൽ നിന്നും 900 ബാറുകളാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് LDF സർക്കാരിന്റെ കാലത്താണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനം എടുക്കുകയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കുകയുമായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചത് എം.വി. ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹമാണ് ബക്കാഡിയുമായുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് മുൻ സർക്കാർ ചെയ്തതിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ മാത്രമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.